ബോധവൽക്കരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റിനെ വളരെ സജീവമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിലില്ല. ഒരു വിട്ടുവീഴ്ചയില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻഫോഴ്സ്മെന്റ് നടപ്പിലാക്കാൻ വൈകിയാൽ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി എന്നതിൽ യാതൊരു മാറ്റവുമില്ല. ഈ പറഞ്ഞതുപോലെ ഫ്രണ്ട് ക്ലാസ്സിലൊന്നും ഫിലിം ഒട്ടിച്ച് കൊടുക്കരുത്. അത് നിങ്ങൾ പ്രത്യേകം ഒരു വാർത്തയായി കൊടുക്കണം. കൊടുക്കരുത്. കൊടുക്കാൽ കൊടുക്കുന്നവരെ പിടിക്കും. അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ പാടില്ല. കാരണം ഫ്രണ്ടിൽ നിന്നുള്ള വിഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. സൈഡിൽ നിന്നുള്ള ഫിലിം ഒട്ടിക്കുന്നതിന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ ഉത്തരവിനോട് ഞാൻ യോജിക്കുന്ന ആളാണ്. കാരണം മുലയൂട്ടുന്ന അമ്മമാർ, പ്രായം ചെന്ന അമ്മമാർ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മടങ്ങുന്ന ആളുകൾ, അവർക്കെല്ലാം അസഹനീയമായ ചൂടാണ് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതിനെ തടഞ്ഞുകൊണ്ട് ഒരു 50% ഡാർക്ക് ഗ്ലാസ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രശംസ ഇറക്കിയെന്ന് തന്നെയാണ്. അത് അപ്പോൾ തന്നെ എന്നിട്ട് അത് ഒരു ഉദ്യോഗസ്ഥന അതിന് പണിയായിട്ട് പോയി ഒരു അപ്പീൽ കൊടുക്കാൻ. ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. കോടതി തീരുമാനം നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള കൃത്യമായ തീരുമാനമാണ്. അത് ബഹുമാനത്തോടെ എടുക്കുന്നു. അത് മിസ്യൂസ് ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഫിലിം ഒട്ടിക്കാതിരുന്നുകൊണ്ട് ഇവിടെ ടെററിസം കുറയുകയോ തട്ടിക്കൊണ്ടുപോകൽ കുറയുകയോ ഒന്നുമില്ല. ആവശ്യമുള്ള വ്യക്തിയുടെയൊക്കെ ഫിലിം ഇല്ലെങ്കിലും ചെയ്യും ആളുകൾ. അത് ക്രിമിനൽസിന്റെ റോളാണ്. എല്ലാവരെയും ക്രിമിനലായി കാണണ്ട. നമ്മുടെ സമൂഹത്തിലെ എല്ലാവരെയും ക്രിമിനലായി കാണാൻ പാടില്ല. അങ്ങനെയുള്ളവരും ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് ഒഴിവാക്കേണ്ടതല്ല. അത് ഫിലിം ഒട്ടിക്കാൻ അനുവാദം കൊടുത്തതിൽ തെറ്റില്ല കോടതിയുടെ തീരുമാനമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുമായുള്ള യാത്ര, ചെറിയ കുഞ്ഞുങ്ങളുമായുള്ള യാത്ര, ഒരു ക്യാൻസർ പേഷ്യൻസിന്റെ യാത്ര, പല സർജറികളും കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ യാത്ര വളരെ ദുസ്സഹമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫിലിം ചുരണ്ടി കളയലൊന്നും അല്ല എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചല്ലോ. ഫിലിം വലിച്ചേരി കളയാനൊന്നും അല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ റൈഡിങ്ങിന് പോകുന്നവരെല്ലാം ഈ ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരോടും നമ്മൾ ഗ്ലൗസ് ഇടാൻ പറഞ്ഞാൽ, സെക്രട്ടേറിയറ്റ് ജോലിക്ക് പോകുന്ന ആളോട് രാവിലെ ഗ്ലൗസ് ഇട്ട് പോകണം എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. നമ്മൾ ഈ ഇത്തരം ക്ലബ്ബുകളൊക്കെ തുടങ്ങുന്നതും തെറ്റുള്ള കാര്യമല്ല. അതൊക്കെ നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് മനുഷ്യനാണ്. അവർക്ക് ഓരോ ടേസ്റ്റാണ്, ഓരോരുത്തർക്ക് ഓരോ ഹോബീസാണ്. അതൊന്നും ഇതില്ല. പക്ഷേ സർക്കസ് റോഡിൽ വേണ്ടെന്ന് പറയാം. മര്യാദയ്ക്ക് റൈഡേഴ്സ് ഓടിച്ചു പോകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഫ്രണ്ട് വീല് പൊക്കുക, സർക്കസ് കാണിക്കുക, അതിനുവേണ്ടി ചില ഒഴിഞ്ഞിടക്കുന്ന റോഡുകൾ തിരഞ്ഞെടുക്കുക, അതൊക്കെ കുഴപ്പം പിടിച്ച സ്വഭാവമാണ്. അങ്ങനെയുള്ളവരെ നിങ്ങളും നിരുത്സാഹപ്പെടുത്തണം. അത്തരം റാഷും റെക്ലെസ്സുമായിട്ടുള്ള സർക്കസ് കാണിക്കുന്നവരെ നിങ്ങളും നിരുത്സാഹപ്പെടുത്തണം. പല രാജ്യങ്ങളിലും നിങ്ങൾ ഈ പറഞ്ഞതുപോലുള്ള ബൈക്ക് ഓടിക്കണമെങ്കിൽ ഈ പറയുന്ന ഗ്ലൗസ് അടക്കം, പാഡുള്ള ജാക്കറ്റ് അടക്കം, മുട്ടിൽ പാഡ് വരുന്ന സൂട്ടടക്കം ഇട്ടുകൊണ്ട് മാത്രമേ വണ്ടി ഓടിക്കാൻ സമ്മതിക്കത്തുള്ളൂ, ബൈക്ക് ഓടിക്കാൻ സമ്മതിക്കത്തുള്ളൂ. ഹെൽമെറ്റ് ഫുൾ കവേർഡ് ആയിരിക്കണം. പല രാജ്യങ്ങളിലും, ചില രാജ്യങ്ങളിൽ, നമ്മുടെ നാട്ടിൽ അങ്ങനെ നിർബന്ധമില്ല. എങ്കിലും അത്തരം യാത്രകൾ ബോധവൽക്കരണത്തിന് നല്ലതാണ്. അപ്പം ഞാൻ വന്നതിന് ശേഷം ഞാൻ ഈ ഓഫ് റോഡ് റൈഡിങ്ങിന് വേണ്ടി അനുവാദം കൊടുക്കാറുണ്ട്. അത് വേറെ 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 കോമ്പൗണ്ടിനകത്താണ്. റബ്ബർ എസ്റ്റേറ്റുകളും മറ്റു കാര്യങ്ങളും ഹൈ റേഞ്ചിലൊക്കെയുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ. അല്ല റോഡിലല്ല സർക്കസ്. റോഡിൽ സർക്കസ് വേണ്ട.